അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. കാരണം നമ്മൾക്ക് എന്തുമാത്രം സൗഭാഗ്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു തആല തന്നിട്ടുള്ളത്. കാണാൻ കണ്ണും, കേൾക്കാൻ ചെവി തന്നിട്ടുണ്ട്, സ്പർശിക്കാൻ കൈ തന്നിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുള്ളതില്ലേ. ഇതുപോലുമില്ലാതെ ഒരുപാട് പേര് ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. കാലില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. കണ്ണില്ലാതെ കാഴ്ച സ്വന്തം ഉപ്പയെയും ഉമ്മയെയും ഇതുവരെ ഒരു നോക്ക് കണ്ടിട്ടില്ലാത്തവരുണ്ട്. കൈകൊണ്ട് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കാതെ വിഷമിക്കുന്നവരുണ്ട്. അതിനൊക്കെ നമുക്ക് എന്ത് ഭാഗ്യമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് നമ്മളെല്ലാവരും അള്ളാഹുവിനെ കൂടുതലായിട്ട് സ്തുതിക്കുക. 5 വഖത്ത് നമസ്കാരവും മുടങ്ങാതെ നമസ്കരിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അറിയാവുന്ന ഒരു സഹോദരി, എൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്തായിട്ടാണ് ഈ സഹോദരിയുടെ വീട് വരുന്നത്. അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. ഒരു 3 ലക്ഷം രൂപയാണ് ലോൺ എടുത്തിരുന്നത്. പക്ഷേ അത് പലിശ കയറി 10 ലക്ഷം രൂപയായി മാറി. അവളുടെ ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്നതാണ്. ഇവരാദ്യമൊന്നും 3 ലക്ഷം രൂപ എടുത്തു. ആദ്യമൊന്നും വലിയ മൈൻഡ് കൊടുത്തിരുന്നില്ല ആ ലോണിന്. അടയ്ക്കാം എന്നും പറഞ്ഞ് തള്ളി നീക്കിയിട്ടിരുന്നു. പക്ഷേ ഈ ഒരു ലോൺ കാരണം അവരുടെ ജീവിതത്തിൽ ഒരു ബർക്കത്ത് ഉണ്ടാകുന്നില്ല, ഒരു സമാധാനം ഉണ്ടാകുന്നില്ല. ഈ ലോൺ 10 ലക്ഷം ആയതോടുകൂടി അവർക്ക് ടെൻഷൻ വർദ്ധിച്ചു. പ്രവാസിയായിരുന്ന ഭർത്താവ് വളരെ വിഷമത്തിൽ, എന്ത് ചെയ്യുമെന്നറിയാതെ വളരെ വിഷമത്തിൽ നിൽക്കുന്ന സമയത്താണ്. അങ്ങനെ ഒരിക്കലും ഞാൻ ഇവരെ കണ്ട് വീട്ടിലോട്ട് എന്ത് പൈസ കൊണ്ടുവന്നാലും പെട്ടെന്ന് തീരെയാണ്, എവിടെ പോകുന്നതെന്ന് അറിയില്ല. അങ്ങനെ വളരെ വിഷമത്തിലിരിക്കുകയാണ് അവർ. 2 കുഞ്ഞു മക്കളുണ്ട് അവർക്ക്. അവരുടെ വിദ്യാഭ്യാസം നമുക്ക് നോക്കണം. അവർക്ക് ആഹാരങ്ങൾ വാങ്ങാനുള്ള പൈസ, അല്ലാതെ കുറച്ച് ലോണുകളുണ്ട് അവർക്ക്, ചെറിയ ലോണുകളുണ്ട് അവർക്ക്. അങ്ങനെ ഇരിക്കും ഈ 10 ലക്ഷം രൂപ എന്തുവരെയോ പ്രവാസിയായ ഭർത്താവിനെ കൊണ്ട് താങ്ങാനാവില്ല എന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷെ എന്നാലും അവർ അല്ലാഹു സുബ്ഹാനഹു തആലയെ മുറുകെ പിടിച്ചു. അവരതിന് ഒരുപാട് മാർഗങ്ങൾ അന്വേഷിച്ചു. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ഭർത്താവ് കമ്പനിയിൽ നിന്ന് തന്നെ പറയുന്നു, പ്രമോഷൻ വലിയ ശമ്പളത്തിലേക്ക് ഉയർച്ച ഇട്ടിരിക്കുന്നത്. ഞാനൊരു പറഞ്ഞു കൊടുത്തിരുന്നു അവർക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. ആ ചെല്ലി 2 ദിവസത്തിനുള്ളിലാണ് ഈ വാർത്ത അവർക്ക് കേൾക്കുന്നത്. എന്ത് ചെയ്യും ഇനി? ഈ പിഞ്ചു മക്കളെയും കൊണ്ട് ഇനി എന്ത് ചെയ്യും? ഭർത്താവിനെ കൊണ്ട് ഇത് താങ്ങാനാവില്ല എന്ന്, ഇപ്പം നിൽക്കുന്ന ശമ്പളത്തിൽ താങ്ങാനാവില്ല എന്ന് അവർക്കറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുന്നത്, നിനക്ക് പ്രമോഷൻ ആയിട്ടുണ്ട് എന്ന്. ഇത് കേട്ടപ്പോൾ അവർ അല്ലാഹു സുബ്ഹാനഹു തആലയെ അത്രമാത്രം ആ സഹോദരി സ്തുതിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കിത് കിട്ടി. എൻ്റെ ഹസ്ബൻഡിന് ഉടനെ തന്നെ പ്രമോഷൻ, വലിയ സാലറിയിലേക്ക്, ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് വരെ ശമ്പളമുണ്ട്. അതിലേക്ക് മാറിയിട്ടുണ്ട്. പെട്ടെന്ന് തീർക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ മനസ്സിനൊരു സമാധാനമുണ്ട്. അപ്പൊ അവര് തന്നെ പറയുകയാണ്, നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു തആല തരും. കാരണം അത്രയ്ക്ക് ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ഇസ്മാണ്. യാ ഫത്താഹു യാ അല്ലാ, യാ കരീമു യാ അല്ലാ, യാ റസാഖു യാ അല്ലാ, യാ വഹാബ് യാ അല്ലാ. യാ ഫത്താഹു യാ അല്ലാ, യാ കരീമു യാ അല്ലാ, യാ റസാഖു യാ അല്ലാ, യാ വഹാബ് യാ അല്ലാ എന്നീ 4 ഇസ്മുകൾ നമ്മൾ റമളാനിക്ക് മുന്നേ ആയിട്ട്, ഇനി റമളാനായാലും നമ്മൾ ഈ 4 ഇസ്മുകൾ ഒരു ദിവസം ഒരു 100 പ്രാവശ്യമെങ്കിലും ഓതാൻ വലിയ സമയമൊന്നും വേണ്ട. ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി ഞാൻ പറയാം. യാ ഫത്താഹു യാ അലീം, യാ റസാഖു യാ അലീം, യാ വഹാബ് യാ അലീം, യാ കരീമു യാ അല്ലാ എന്നീ 4 ഇസ്മുകൾ നിങ്ങൾ ഒരു ദിവസം ഒരു 100 പ്രാവശ്യമെങ്കിലും ഓതുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടുന്നതാണ്. നമ്മൾ പോലും അറിയാത്ത വഴിയിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മാർഗം കൊണ്ടെത്തിച്ചു തരും. അതുകൊണ്ട് നമ്മൾ ആരും അല്ലാഹു സുബ്ഹാനഹു തആലയെ കൈവിടരുത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അങ്ങോട്ട് അടുക്കാൻ ശ്രമിക്കുക.
എന്തൊക്കെ നമസ്കാരത്തിലൂടെയോ, നോമ്പനുഷ്ഠിച്ചോ, സലാത്തുകൾ, ദിക്റ്, ഖുർആനോദി, അങ്ങനെ എല്ലാ മാർഗത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ അടുക്കുക. ഒരു ദിവസം ഈ ഒരു 4 ഇസ്മുകൾ ഒരു 100 പ്രാവശ്യം ഓതിയിട്ട് നിങ്ങൾ കിടന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി അന്നത്തെ രാത്രി കിടന്നുറങ്ങാൻ സാധിക്കും. എത്ര കടമുള്ളവർ ആയിക്കോട്ടെ, അന്നത്തെ രാത്രി സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പതിവാക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.